അങ്ങനെ ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാ അങ്ങനെ ഹീറോയിൻ വൈൻ കുടിച്ചു 3 പേരെ ഷോക്കായിരുന്നു ഹീറോയിനെ നോക്കാൻ തുടങ്ങിയായിരുന്നു. മാം കുടിച്ചോ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയിനെ വാ ഞാൻ എന്നെ ഹീറോയിൻ ബെഡ്റൂമിൽ പോകാൻ നോക്കിയായിരുന്നു. അങ്ങനെ 3 പേർ വന്ന് ഹീറോയിൻ ബെഡ്റൂം കൊണ്ടുപോകാൻ നോക്കിയായിരുന്നു. അങ്ങനെ അവർ 3 പേർ ഹീറോയിൻ ബെഡ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ ഹീറോയിൻ വേറെ പ്ലേസ് പോകാൻ തുടങ്ങി. ഹീറോയിൻ 3 പേർ ഫോളോ ചെയ്ത് വന്നു. അത് അകത്ത് പോയി അവർ 3 പേർ ഷോക്കായിരുന്നു. അവരുടെ ബെഡ്റൂമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ ബെഡ്റൂമിൽ വന്നു. അതെ അവർ തണേതാണ് വേറെ വേറെ റൂമിൽ താമസിക്കും. അത് മാത്രമല്ല അവർ 3 പേർ ചിലപ്പോൾ ഒക്കത്ത് ഓർക്കും 3 പേർ. അതെ 3 പേർ റൂമിൽ പോയി റൂം ഷോക്കായിരുന്നു. ജിമ്മിന് കേൾക്കായിരുന്നു എന്താണ് നമ്മൾ ഈ റൂമിൽ വന്നത് എന്ന് പറഞ്ഞ് 3 പേർ കോൺഷ്യസായി. അത് ഹീറോയി വന്ന് റൂമിൽ പോയി ഒരു 3 പേർ വന്നു. ഹീറോയി ചുറ്റി നോക്കി ലോക്ക് ചെയ് എന്ന് പറയായിരുന്നു ജിമ്മിനോട്. ജിമ്മിൻ പേടിപ്പിച്ച് ലോക്ക് ചെയ്യട്ടാ. ആ ശരി ലോക്ക് ചെയ്തായിരുന്നു. ഹീറോ അടുത്ത് വരാൻ തുടങ്ങിയായിരുന്നു. അത് ഒരു 3 പേർക്ക് പേടിയായിരുന്നു. അതെ ഹീറോ ട്രെഡീസ് തന്നെയായിരുന്നു. സാരി എടുത്തിരുന്നായിരുന്നു. ഹീറോ അടുത്ത് വരാൻ തുടങ്ങി. ഈ എന്താ ജിമ്മിനെ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. ജിമ്മിൻ അയ്യോ വീട് എന്നെ ജിമ്മിന് എന്നെ ജിമ്മിനെ പിടിച്ച് ബെഡ് തള്ളി പിടിച്ച് കിസ് ചെയ്ത് 2 പേർ വായി വളർന്നു ആയിരുന്നു. അങ്ങനെയായിട്ട് 3 പേർ വായി വളർന്നു നോക്കുമായിരുന്നു ഹീറോയിനെ. എന്താണ് ചെയ്യുന്നത് ബെഡ് തള്ളി. അതിപ്പോൾ വി ഉണ്ടായിരുന്നു അവിടെ. വി വായി വളർന്നു. വീനെ പിടിച്ച് കിസ് ചെയ്ത് വീണ തള്ളി ചങ്ക എടുത്തോന്നു ഞങ്ങൾ കിസ് ചെയ്ത് കടിക്കാൻ തുടങ്ങി. ഇവിടെ അങ്ങനെയായിട്ട് 3 പേർ മുറക്കായിരുന്നു ഹീറോയി സാരി വയ്ക്കായിരുന്നു. അവർ 3 പേർ കണ്ണ് കഴിക്കുമായിരുന്നു. ഹീറോയിൻ മുറക്കായിരുന്നു. ഡ്രസ്സ് ആക്കിയിട്ടാന്ന് പറയുന്നത്. ആരുടെ ഡ്രസ്സ് നോക്കിയായിരുന്നു. അങ്ങനെ അവർ ഡ്രസ്സ് ഷോർട്ട് ഇട്ടായിരുന്നു. അങ്ങനെ അവർ ഡ്രസ്സ് ആക്കിയായിരുന്നു. അങ്ങനെ അവരെ കുറേ സ്റ്റേ ചെയ്ത് ഹീറോയിൻ കടിച്ചേരിച്ച് 3 പേർ ഹീറോയിനെ പാവമായിട്ട് നോക്കാൻ തുടങ്ങിയായിരുന്നു. അവർക്ക് റോംസ് ചെയ്ത് രാവിലെ ആയിരുന്നു. ഹീറോയിൻ 3 പേർ മലയാളത്തിലെ ഹീറോയിനെ പാവമായി നോക്കാൻ തുടങ്ങി. എന്തെടാ ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ഷാക്കായിരുന്നു. ഹീറോയി രാവിലെ വെച്ച് അവർ 3 പേർ നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് ഡ്രസ്സില്ലെന്ന് മനസ്സിലായി. അയ്യോ എന്താണ് ചെയ്തത്. ഹീറോമാർ 3 പേർ പാവമായി ഹീറോയിനെ നോക്കായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ വഴക്ക് പറയും മറിയാതെ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു ഹീറോയിൻ. അങ്ങനെ 3 പേർ തിരച്ചോടി ബാത്റൂം പോയി. അങ്ങനെ 3 പേർ പക്ഷേ ജിമ്മിന് ഓടി. 3 പേർ വെളിയിൽ പോയായിരുന്നു. അവർ 3 പേർ അവർ റൂമിൽ പോയായിരുന്നു. അതെ അവർക്ക് വെളിയിൽ റൂമുണ്ടായിരുന്നു. അങ്ങനെ 3 പേർ ബാത്റൂമിൽ പോയി. അവർ കുളിച്ച് ഫ്രഷായിട്ട് വന്നു. എന്ന് പറഞ്ഞ് 3 പേർക്ക് അറിയായിരുന്നു. പാവം 3 പേർ കുളിച്ച് ഫ്രഷായി വന്നു. ഹീറോയിനെ തിരിഞ്ഞു നോക്കുന്നില്ല. ഹീറോയിൻ തല കഴിച്ചു. അയ്യോ എന്ത് കുടിച്ചറിയില്ല. അത് അപ്പോൾ ഹീറോയ്ക്ക് മനസ്സിലായി. ഓ ഞാൻ വൈന് കുടിച്ചതാ എന്ന് പറഞ്ഞു ഹീറോയ്ക്ക്. വീടെല്ലാം ഒരു പിങ്കായിരുന്നു. പാവ ഹീറോയിൻ. ഹലോ സർ എന്താ മാം? ഞാൻ ഇന്ന് കോളേജിൽ ലീവ് എന്ന് ഹീറോയിൻ പറയായിരുന്നു. ഞാൻ 3 പേരെ ഹീറോ റൂമിൽ വന്ന് നോക്കും. 3 പേർ കടലിൽ തിരിച്ചോടിയായിരുന്നു. പാവം 3 പേർ നീർന്നിട്ട് അവർ 3 പേർ കോളേജിൽ ഓടിപ്പോയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ശരി ഓക്കെ ഹീറോയിൻ്റെ പ്രൊഫസർ പറയുക എന്താടി ചെയ്തത്? ഒന്നുമില്ല ഹീറോയിൻ ചിരിച്ചിട്ട് പറയുന്നത്. ഞാൻ ചിരിക്കുകയായിരുന്നു ഹീറോയിൻ. അങ്ങനെയായിട്ട് ഡേസ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 3 പേർ ഹീറോയിനെ കണ്ടാൽ തിരിച്ചു കൂടാൻ തുടങ്ങിയായിരുന്നു. പാവം ചോദിച്ചായിരുന്നു എന്തായി ചെയ്തത് എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് ഓമിറ്റ് വരാൻ തുടങ്ങിയായിരുന്നു. എന്താ എനിക്ക് ഇങ്ങനെയാണ് ചെക്ക് ചെയ്തപ്പോൾ ഹീറോയ്ക്ക് ഡൗട്ട് വന്നു. ചെക്ക് എന്നൊക്കെ ഹീറോ പെട്ടിട്ടെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി എന്തായാലും കുട്ടികൾ എന്താ ചെയ്യാം. എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് കുറച്ച് നാളുണ്ട് കോൺട്രാക്റ്റ് അത് കീറാം. ശരി കോൺട്രാക്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കോൺട്രാക്ട് പേപ്പർ ഹീറോയ്ക്ക് കത്തിച്ച് കളഞ്ഞു. ഇനി എന്തിനാ കോൺട്രാക്റ്റ് ഇവിടെ നല്ല ക്യൂട്ട് ബോയ്സാ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി ഹീറോയ്ക്ക്. ഡോക്ടറിൻ്റെ പോയി ചെക്കിങ് ചെയ്യാൻ തുടങ്ങിയാണ്. ചെക്കിങ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു മാം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. 3 പേര് ഈ അടുത്ത് പോകുമ്പോൾ പേടിച്ചു വിടുമായിരുന്നു. ചെക്കിങ് ചെയ്ത് നോക്കൂ ഒരു പ്രശ്നമില്ല മാം എന്ന് പറഞ്ഞു ഡോക്ടറെ കുറിച്ച് അവർ പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് കോളേജിൽ വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പ്രിൻസിപ്പൾ പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. 3 പേരെ ഹീറോയ്ക്ക് കോൾ ചെയ്ത് പറയായിരുന്നു. അത് 3 പേർ കോളേജിൽ പോകുന്നൊക്കെ ആയിരുന്നു. 3 പേരെ ഹീറോയെ വിളിച്ചായിരുന്നു. ഇന്ന് കോളേജൊക്കെ ഒന്ന് പോകണ്ട എന്ന് പറയായിരുന്നു. എന്താ ഇങ്ങോട്ട് വാ എന്ന് പറയായിരുന്നു. 3 പേര് വന്നായിരുന്നു. എന്താന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് 3 പേര് നോക്കി ഹീറോയെ പറയായിരുന്നു. ജിമ്മിന് വിളിച്ച് ജിമ്മിൻ എന്താന്ന് പറയായിരുന്നു. ശരി നിങ്ങൾ 2 പേര് ഇരുന്നോ. 2 പേർക്ക് ഗെയിം കളിച്ചോണ്ടായിരുന്നു. ശരി ജിമ്മിന് എടുത്തോട് പറഞ്ഞു. ജിമ്മിൻ എന്തിനാ വിളിച്ചോട് പോകുന്നത്? ജിമ്മിനിക്ക് ഒന്നുമില്ല. ജിമ്മിന് കിസ് ചെയ്യാൻ ഞാൻ സ്റ്റേ ചെയ്താ എന്ന് പറഞ്ഞു. ജിമ്മിന് മുക്കടിയായിരിക്കായിരുന്നു. ജിമ്മിന് പറഞ്ഞു അത് പറയാൻ 2 പേരും ഒക്കത ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട്
ജിമ്മിനിക്കൊന്നും മനസ്സിലായില്ല. ജിമ്മിന് കൂടെ ഹീറോ ആയിരുന്നു. അങ്ങനായിട്ട് വീനെ വിളിക്കായിരുന്നു. ജിമ്മിനെ കേട്ട് കൂടെ ജങ്കുക്ക് കൂടെ ഉണ്ടായി. ജങ്കുക്ക് ഷോക്കായിരുന്നു. അതിനെക്കൊണ്ട് അവരുടെ കൂടെ ഇരുന്നായിരുന്നു. ഡോക്ടർ പറഞ്ഞത്. അങ്ങനായിട്ട് ഇപ്പം 3 പേരെ ഹീറോയിനാണ് ക്യാരി ചെയ്തിരുന്നു. ഹീറോയിൻ ഹോസ്പിറ്റലിൽ 3 പേരോട് ഷോക്കായിരുന്നു. ബേബി ഷോക്കായിരുന്നു. അവരുടെ കൂടെ കുറച്ച് നാൾ മാത്രമേ കുറച്ച് ഇരിക്കും. പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ അത്ര ഒന്നും ഇതില്ല. കുറച്ച് ഇരിക്കും. അത് മാത്രമല്ല ഇപ്പം കെയറിങ് നന്നായിട്ട് ചെയ്ത് തുടങ്ങി. ഹീറോയിൻ എല്ലാം പറയുന്നു. ശരി ഓക്കെ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഹീറോയിൻ മമ്മിട്ടായിരിക്കും ഭയങ്കര അങ്ങനെ ബല ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് അവരെല്ലാം പറയായിരുന്നു അങ്ങനെ 3 പേർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്ക് ബേബി വരാൻ പോകുന്നത്. അങ്ങനെ ഹീറോയിൻ നല്ല കെയറിങ് ചെയ്ത് തുടങ്ങി. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു ശരി ആ ക്ലാസ്സിൻ്റെ അടുത്തോളം അങ്ങനെ പഠിക്കാം. അങ്ങനെയായിട്ട് ബേബിന് കയറി. ഹീറോയ്ക്ക് ബേബി ജനിച്ചു. ട്രിപ്പിൾസാണ്. ഭയങ്കര ഹാപ്പിയായിരുന്നു ബേബി. 3 ട്രിപ്പിൾസ് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ബേബി ജനിച്ചു. അവർ മാറിയിട്ടുണ്ട് ബേബീസ്. അതെ ഹീറോയിൻ നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങി. ഹീറോയിൻ്റെ ഫ്രണ്ട്സാണ് ആ കോളേജിലേക്ക് പോകുക. അതെ കോളേജ് 3 പേരെ കോളേജാണ്. കുക്കിൻ്റെ മിൻഹോ തെക്കുഹിൻ്റെ. അങ്ങനെ കോളേജിലേക്ക് അവർ പോയിട്ട് വരാം. ഹീറോയിൻ നന്നായിട്ട് കെയർ ചെയ്യാം. എങ്ങനെയായിട്ട് അവർ കഷ്ടപ്പെട്ട് അവർ ക്ലാസ്സിലേക്ക് എത്തിയായിരുന്നു. ഹീറോയിൻ ജോലിയായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് മച്ചേ എന്തടി ഫൈനൽ ഇയർക്ക് എത്താനായി എന്ന് പറയുന്നു. അവർ 3 പേരൊക്കെ ഹീറോയിൻ മുറക്കായിരുന്നു. ശരി ഞങ്ങൾ പഠിച്ച അങ്ങനെ എക്സാം വന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ട് നോക്കിയായിരുന്നു. അങ്ങനെ പാസ് ഒരു 3 പേര് പാസ് ഇങ്ങനെ ഫയലോ പേപ്പർ വന്നായിരുന്നു. ഹീറോയിൻ ഹാപ്പി ആയിട്ട് 3 പേര് ഹാപ്പി ചെയ്ത് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ 3 പേരെ ഹീറോയിൻ ബേബിക്ക് ആൾക്ക് 3 പേരെ ഹീറോയിൻ കുറുകുറു നോക്കാൻ തുടങ്ങി. ഹീറോയിൻ മുറക്കായിരുന്നു. എന്താടാ കുറുകുറു നോക്കുന്നത് എന്ന് പറഞ്ഞ് 3 പേരെ ഹീറോയിൻ മുറക്കായിരുന്നു. പാവ വേറെ തെറിച്ച് ഓടിപ്പോയി. ഹീറോ ചിരിക്കായിരുന്നു. ഇപ്പോഴും കുട്ടികളെ മതി എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ബേബി ഇപ്പം കുറച്ച് വളർന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഒരു കോൾ ചെയ്ത് ഹീറോയുടെ ഫ്രണ്ടോട് പറയിപ്പിച്ചായിരുന്നു. അങ്ങനെയായിട്ട് 3 പേർക്ക് ഒരു കാര്യം കൊടുത്തായിരുന്നു. 3 പേർക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കണം എന്ന് കേട്ടായിരുന്നു. റൊമാൻസ് ചെയ്യാൻ ഇത് യൂസ് ചെയ്താൽ മാത്രം മതി എന്ന് പറയായിരുന്നു. അവർ 3 പേരെ ഹീറോയിൽ കൂടെ ജോളിയായിട്ട് സ്ട്രോങ് ഒന്നും കുറച്ച് റൊമാൻസ്